നിങ്ങളൊരു 30 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങളുടെ ഫേസിൽ ചുളികളൊക്കെ ഉണ്ടാകും, അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാകും. അതൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളിയൊരു ഫേസ് ക്രീമാണിത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഒരു 3 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ചേറെ തിരക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ചുളികളൊക്കെ ഉണ്ടെങ്കിൽ ചുളികളൊക്കെ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് ക്രീമിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫേസ് ക്രീം നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. നിങ്ങൾ എന്താണെങ്കിലും ഒരു 7 ഡേയ്സ് കണ്ടിന്യൂസ് ഈ ഒരു ഫേസ് ക്രീം ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് ക്രീമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു ഫേസ് ക്രീമിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഗ്ലിസറിനാണ്. എല്ലാവർക്കും അറിയാം ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഒരു അടിപൊളി ക്രീമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്രീം. ഒരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ ഈ ഒരു ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിക്കോളും. നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഗ്ലിസറിനാണ്. എല്ലാവർക്കും അറിയാം ഗ്ലിസറിൻ നമ്മുടെ ഫേസ് നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ടും അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ 1 സ്പൂൺ ഗ്ലിസറിനാണ് കേട്ടോ എടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുക്കുംബറാണ്. ഞാനിവിടെ പകുതി കുക്കുംബറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത്രയും കുക്കുംബറിൻ്റെ ആവശ്യമില്ല. നമുക്ക് 1 സ്പൂൺ കുക്കുംബർ ജ്യൂസ് മാത്രം മതി. അപ്പം ഞാനിത് ജ്യൂസ് ആക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ കുക്കുംബർ ജ്യൂസ് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. 1 സ്പൂൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. 1 സ്പൂൺ റോസ് വാട്ടറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നമുക്ക് ഒരു ക്രീമി ടെക്സ്ചറിൽ എത്ര അലോവേര ജെല്ല് ആഡ് ചെയ്യണോ അത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ആൽമണ്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആൽമണ്ട് ഓയിൽ നമ്മൾ ചേർക്കുന്നത് ഒരു 2, 3, 4 ഡ്രോപ്സ് മാത്രം ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് ഓയിൽ ഇല്ല എങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ക്രീമാണ്. നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ക്രീമാണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിക്കോളും. അപ്പം നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു ക്രീം നമുക്ക് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ഡിസ്കളറേഷനൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ക്രീമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ തന്നെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്. നമുക്ക് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.